നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ അത്. നല്ല വീടാ. ഞാൻ ഇതുവരെ അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടും ഞങ്ങളുടെ ബന്ധം തന്നെ സുചേട്ടനെ എന്താ പറയാ, ചേട്ടനുള്ളപ്പോൾ തൊട്ടുള്ള ബന്ധം തന്നെയാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ബാക്ക് ടു ദ സെയിം ടോപ്പിക്, രേണു സുധി. മേ ബി വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നാം വൈ രേണു സുധി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വൈ നോട്ട് രേണു സുധി, ആസ് രേണു സുധി ഒരുപാട് കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതുകൊണ്ട്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിച്ചു രേണു സുധിക്ക് എഗെയിൻസ്റ്റ് പരസ്യമായി വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, കിച്ചുവും രേണുവും തല്ലിപ്പിരിഞ്ഞോ? ഇല്ല. കാരണം രേണു സുധിയുടെ കോൺസെപ്റ്റിൽ ഞാനും എൻ്റെ കിച്ചുമോനും തമ്മിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമാണ്. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് വന്ന് എന്നെയും കിച്ചുവിനെയും രണ്ട് സൈഡിലോട്ടാക്കാൻ നോക്കുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി രേണു സുധി കാറ് വാങ്ങിയ സമയത്തൊക്കെ കിച്ചു രേണു സുധീൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിച്ചു വീടുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്നുള്ളത്. ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നുമില്ലായ്മയിൽ കൂടെ നിന്ന ഒരാളാണ്. കൊല്ലം സുധിയുടെ ഭാര്യയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ലാണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലൊരു കുടുംബിനിയായി ജീവിച്ചതാണ്. കൊല്ലം സുധിയുടെ മരണശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് രേണു സുധിക്ക് കിട്ടുന്നത്. ആ കിട്ടിയതോടുകൂടി രേണു സുധിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഫിറോസും ബിഷപ്പ് എന്ന് പറയുന്ന ആളും എല്ലാവരും കൂടെ, ബിഷപ്പ് അറിയാലോ, ഫാദർ, ഇവരെല്ലാവരും കൂടെ രേണു സുധിക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ആ വീടൊക്കെ കിട്ടിയതോടുകൂടി രേണു സുധീനെ കുറച്ചും കൂടെ മീഡിയയിൽ പബ്ലിസിറ്റി ആയി. അതുവഴി രേണു സുധി അഭിനയത്തിലോട്ട് ഇറങ്ങി, മോഡലിങ്ങിലോട്ട് ഇറങ്ങി, പിന്നെ ബിഗ് ബോസിൽ ചാൻസ് കിട്ടി. അങ്ങനെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിട്ട് രേണു സുധി മാറിയിട്ടുണ്ട്. അത് മാറുന്ന ഒരു ടൈം തന്നെ രേണു സുധിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് പിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രേണു സുധി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഈ പബ്ലിസിറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ വീടാണ്. നന്ദി പുരസ്കാരം ഉണ്ടാക്കി കൊടുത്തൊരു വീടിനെ നന്ദികേടോടുകൂടി വീടുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥിരം പരാതി, പരിഭവം, മീഡിയ, ന്യൂസ്, ഇനി അച്ഛൻ വന്ന് പറയുന്നു, അമ്മ വന്ന് പറയുന്നു, കുടുംബക്കാർ വന്ന് പറയുന്നു, അങ്ങനെ അങ്ങ് ചർച്ചകൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനൊക്കെ അന്ന് തൊട്ടേ ഫിറോസിൻ്റെയൊക്കെ സൈഡിലാണ് നിന്നിട്ടുള്ളത്. കാരണം കിട്ടിയ അരിയിനെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നന്ദികെട്ട പരിപാടിനെയൊന്നും ഞാൻ പൊതുവെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം. അപ്പം അന്ന് തൊട്ടേ നമ്മൾ ആലോചിച്ചിരുന്നു കിച്ചുവിൻ്റെ സൈഡിലുള്ള റെസ്പോൺസ് എന്താണ്, കിച്ചു എന്താണൊന്നും മിണ്ടാത്തത്, കിച്ചു എന്താണൊന്നും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ഫൈനലി കിച്ചു ലൈവിൽ വന്ന സമയത്ത് വീടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് കിച്ചു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസ്പോണ്ട് ചെയ്ത സാധനം ഫിറോസൊക്കെ എടുത്തിട്ട് ആളുടെ ഫേസ്ബുക്കിലോ പേജിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം കിച്ചു എന്താണ് വീടുമായി ബന്ധപ്പെട്ട് പറഞ്ഞേ എന്നുള്ളത് നോക്കാം. ആൻഡ് ഈ പറച്ചിൽ രേണു സുധീനെ എതിർത്തുള്ള പറച്ചിലാണോ എന്നും കൂടെ നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസ് അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിൽ. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ അത്. നല്ല വീടാ. ഞാൻ ഇതുവരെ അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തു. അവരുടെ തന്നെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെ ആണ്. ആദ്യം തന്നെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, കിച്ചുയുടെ കംഫോർട്ട്. സെക്കൻഡ് തിങ്, കിച്ചു എന്ന് പറയുന്ന വ്യക്തി വീടിനെ പറ്റി സംസാരിച്ചത്. രേണു സുധി തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് സുധി ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കിച്ചുവും ഋതപ്പൻ ആ വീടിലുള്ള അവകാശം പോലെ തന്നെ ആ വീടിൽ അവകാശം ആർക്കും ഉണ്ട്, കിച്ചുവിനും ഉണ്ട്.
ആ കിച്ചു തന്നെയാണ് പറയുന്നത്, ഞാൻ ആ പെർട്ടിക്കുലർ വീട്ടിൽ നിൽക്കാത്തത് എനിക്ക് കംഫോർട്ടബിലിറ്റി കൊല്ലം വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ്. രേണുസുതി പല മീഡിയക്കാരുടെ മുമ്പിൽ വന്നും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കിച്ചുവിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ് കിച്ചു എന്ത് ചെയ്യുന്നത്, കൊല്ലത്ത് നിൽക്കുന്നത് എന്നാണ്. പക്ഷെ കിച്ചു ഇപ്പോൾ ലൈവിൽ വന്ന് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ കംഫോർട്ടബിലിറ്റിക്കാണ് ഞാൻ നിൽക്കുന്നതെന്ന്. കാരണം ആ വീട്ടിൽ വന്നിട്ടുണ്ട് ആരാളുടെ, രേണുസുതീൻ്റെ അച്ഛൻ, രേണുസുതീൻ്റെ അമ്മ, രേണുസുതീൻ്റെ പെങ്ങളെ കുട്ടി, പ്ലസ് ആര്, രേണുസുതീൻ്റെ രണ്ടാമത്തെ കുട്ടി ഋതപ്പൻ, രേണുസുതിന് രണ്ടാമത്തെ കുട്ടി, കിച്ചുവിനെ മോനാണല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലോട്ട് കിച്ചു എത്തുന്ന സമയത്ത് കിച്ചുവിന് എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല. കിച്ചുവിൻ്റെ ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റും, കിച്ചുവിനെ എത്രത്തോളം സ്നേഹിക്കും എന്നുള്ള കാര്യം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അമ്മയും ആ വീട്ടിലില്ല. അപ്പം കിച്ചുവിനെ സംബന്ധിച്ചിട്ട് കിച്ചുവിന് കംഫോർട്ടബിൾ കൊല്ലത്താണ്. കൊല്ലം എന്ന് വെച്ചാൽ കൊല്ലം സുധിയുടെ വീട്ടിൽ. അവിടെ സുധിയുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും എൻ്റെ സഹോദരനെ അല്ല എൻ്റെ മോൻ്റെ കുട്ടി എന്ന രീതിയിലുള്ള കൺസിഡറേഷൻ തരും. അപ്പം അവിടുന്ന് കിട്ടുന്ന കൺസിഡറേഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാത്തത് എന്ന് വളരെ മാന്യമായിട്ട് കിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ മോൻ ബന്ധത്തെക്കുറിച്ചൊരു തീരുമാനമായല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, വീടിനെ കുറിച്ചിട്ട് അന്നും ഇന്നും പറഞ്ഞൊരു കാര്യമാണ്, ഒരു സ്ഥലം എടുത്ത് ആ സ്ഥലത്ത് ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. എനിക്ക് മനസ്സിലായല്ലോ, നമ്മളെ കേരളത്തിലൊക്കെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് എല്ലാവർക്കും. എല്ലാവരും എങ്ങനെ വീടുണ്ടാക്കാം, എത്ര വലുപ്പത്തിൽ വീടുണ്ടാക്കാം, എത്ര ഫ്ലോറുള്ള വീടുണ്ടാക്കാം, എത്ര ബെഡ്റൂം വേണം, ഇങ്ങനെ പ്ലാനിങ്ങാണ്. നമ്മൾ ഈ കേരളം വിട്ട് കർണാടക ഭാഗത്തൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ആർക്കും വീടിന് വലിയ പ്രയോറിറ്റി ഇല്ല. എല്ലാവരുടെ വീടും വളരെ കുഞ്ഞു, അതിലും 3, 4, 5 വലിയ വീടേ ഉണ്ടാവും. അതുകൊണ്ട് ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നതാണ് ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത്. പലരും പറയുമോ ഞാൻ വീടുണ്ടാക്കി. അപ്പോൾ ഇതൊരു എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടത് വെച്ച് നല്ല വീടൊക്കെ തന്നെയാണ്. പക്ഷെ ആ വീട് കിട്ടിയ അന്ന് തൊട്ട് ആ വീടിനെ കുറ്റം പറഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് വീട് വൃത്തിയിൽ സൂക്ഷിക്കാനോ അതിന് മെയിൻ്റെനൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് വൃത്തിയിൽ കൊണ്ടുപോകാനോ ആര് നോക്കിയിട്ടില്ല? രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയോ ആ വീട്ടിൽ താമസിക്കുന്ന രേണുസുതിൻ്റെ സമൂഹ കുടുംബമോ നോക്കിയിട്ടില്ല. എന്നിട്ട് ഇവർ പകരം എന്താ ചെയ്യുന്നത്? മീഡിയക്കാരെയും ഇൻ്റർവ്യൂസും വിളിച്ചുകൊണ്ട് ആ വീടിനെ കുറ്റം പറയുകയാണ്. എന്ന് വെച്ചാൽ ദാനമായി കിട്ടിയ പശുവിൻ്റെ പാലളക്കുന്ന കളിയാണ് ഈറ്റുങ്ങൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് കിച്ചു വളരെ ക്ലിയർ ആയിട്ട് കിച്ചുവിൻ്റെ സ്റ്റാൻഡ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് വാവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കിച്ചു ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. വീടെന്തോ ആയിക്കോട്ടെ, ആ കിട്ടിയ വീടിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് ആ വീടിൽ ഒരു പരാതിയുമില്ല, ഞാൻ ആ വീടിൽ വളരെ ഹാപ്പിയാണ്, മതി. ഇനി അടുത്ത ആ വീടിനെ പറ്റി സംസാരിക്കാൻ റൈറ്റ് ഉള്ളത് ഋതപ്പനാണ്. കിച്ചുവും ഋതപ്പനും ഇല്ലാത്ത പരാതി രേണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ട എന്നുള്ളതാണ് ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളിപ്പോൾ റീച്ചായി, നിങ്ങൾ കാറ് വാങ്ങി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീട് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വയ്യാണ്ട് കിടന്ന സമയത്ത് നിങ്ങൾക്ക് താങ്ങായി നിന്നിട്ടുള്ളൊരു വീടാണ്. ആ വീടിനെ മറന്നുകൊണ്ട് പുതിയ വീടുണ്ടാക്കിയിട്ട് എന്ത് കോക്കനട്ട് കിട്ടും എന്നുള്ളത് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെയാണ് വീട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സി. അതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് രേണുസുതി ഇപ്പോൾ ഈ റീസെൻ്റ്ലി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്താന്ന് പറയാം. ഇതാണ് ആ വീഡിയോ കണ്ടതിൽ കൂടെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. രേണുസുതി ആരോ ആയിട്ടൊരു കോളിലായിരുന്നു. അപ്പോൾ കോളിൽ നിൽക്കുന്ന സമയത്ത് മീഡിയക്കാരെ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ രേണുസുതി ഫോൺ ഇങ്ങനെ വെച്ചിട്ട് പറയുകയാണ്, കട്ട് ചെയ്തോ വെച്ചോ മീഡിയക്കാരുണ്ട്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മീഡിയക്കാർക്ക് ഒരു സാധനം ഇട്ടുകൊണ്ട് നിൽക്കല്ലേ. ഇപ്പോൾ മീഡിയക്കാരെന്താ കൊടുക്കാൻ പോകുന്നത്? രേണുസുതി കാമുകനുമായി വീഡിയോ കോൾ ചെയ്യുന്നു, അതിൻ്റെ രംഗം പുറത്ത്. എനിക്ക് ടൈറ്റിൽ അത് ഇടാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു സാധനമല്ലേ കൊടുക്കുക. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച നെഗറ്റീവ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ചിലപ്പോൾ രേണുസുതി വിളിച്ചത് സ്വന്തം ബോയ് ഫ്രണ്ടിനെ ആവാം. അത് ഞാൻ പറയാനുള്ള ആണെങ്കിൽ ഓക്കെ ഫൈൻ, നെഗറ്റീവ് കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രേണുസുതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ 2 കൊല്ലത്തേക്ക് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ജീവിക്കാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള രേണുസുതിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു സാധനം കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും നെഗറ്റീവ് പബ്ലിസിറ്റി. അല്ലെങ്കിൽ ഒന്ന് മാറ്റി പറയുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുക. അതുവഴി, അല്ലെങ്കിൽ ഒന്നും കൂടെ മാറ്റി പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ എന്നെ ഒരു ഡിസ്കഷൻ ആക്കാൻ, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി കളിക്കുന്ന ഒരു കാര്യം.
അപ്പം ഇതാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. കിച്ചു ഇപ്പോ ഒരുപാട് രേണുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലേ? ഇപ്പോഴൊന്നല്ല, അവന് അന്ന് തൊട്ടേ അങ്ങനെയാണ്. പിന്നെ ആൾക്കാരല്ലേ ഓരോന്ന് തിരുത്തുന്നത്. ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ ഇവിടെ പറഞ്ഞൊരു സാധനമുണ്ട്, കിച്ചു അന്ന് തൊട്ടേ അങ്ങനെയാണ് എന്ന് വെച്ചാൽ രേണു സുധിയും കിച്ചുവും തമ്മിലുള്ള ഒരു പ്രശ്നം അറിയാൻ വേണ്ടി ആൾക്കാർ ചോദിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഈ രേണു സുധിയും കിച്ചുവും വലിയ അടുപ്പല്ലാണ്. കാര്യങ്ങൾ വരുമ്പോൾ നിൽക്കുക അല്ലെങ്കിൽ മീഡിയന്റെ മുമ്പിൽ നിൽക്കുക എന്നല്ലാണ്ട് അവർക്കൊരു കണക്ഷൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇവർ നേരിട്ട് കാണുന്ന സമയത്താണെങ്കിലും ആൾ നിൽക്കുന്ന രീതിയാണെങ്കിലും മറ്റേ ആൾ നിൽക്കുന്ന രീതിയാണെങ്കിലും രേണു അപ്പോഴേക്ക് കുറച്ച് ഓവറാക്കുന്നു, കിച്ചു അപ്പോഴേക്ക് ഒരു അത്ഭുതപ്പെട്ട രീതിയിൽ രേണുവിനെ പല രീതിയിൽ നോക്കുന്നു. ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള അപ്രോച്ച് മാത്രമേ തോന്നുള്ളൂ. പേഴ്സണലി ഇവർ ഭയങ്കര കണക്റ്റഡ് ആണെന്നോ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് എനിക്ക് തോന്നിയില്ല. കിച്ചുവിൻ്റെ ബർത്ത്ഡേ വന്നു, രേണു സുധി സ്റ്റാറ്റസ് ഇട്ടില്ല. കിച്ചുവിൻ്റെ ചാനലിൽ എത്രയോ 100K വന്നു, രേണു സുധി അറിഞ്ഞിട്ടില്ല. ഇത് എന്ത് അമ്മയാന്നുള്ള അറിയില്ല. അപ്പം എൻ്റെ ചാനൽ റീച്ച് കുറഞ്ഞാലും റീച്ച് കൂടിയാലും ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയുള്ളൂ. അതുപോലെ തന്നെ ഇത്രയും സാധനം ഉണ്ടായിട്ട് ഇവരുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഇല്ല. വല്ലപ്പോഴും പൈസയ്ക്ക് വിളിക്കുമ്പോൾ 100-200 ഇട്ട് കൊടുക്കും. ഇപ്പം കിച്ചുവിന് അത്യാവശ്യം യൂട്യൂബ് ചാനലും കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെ മേ ബി ആൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ടാവും, സ്വന്തമായിട്ട് ജോബ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു കണക്ഷനും കൂടെ വരുന്നില്ല. ആൻഡ് എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ സ്വന്തം കുഞ്ഞിനോളം ബാക്കിയുള്ള കുഞ്ഞ് വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനത്തെ പല കാര്യങ്ങളും കാണിച്ചുകൊണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ പറയുന്നത് മീഡിയക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ബന്ധവും മീഡിയക്കാർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് എൻ്റെ ഈ ഒരു അഭിപ്രായം രേണു സുധിയും കിച്ചുവും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമാണെന്ന് പറഞ്ഞ് നാളെ നിങ്ങളുടെ ബന്ധം മാറുമോ? ഇല്ല, നിങ്ങളുടെ ബന്ധം എന്നും നിങ്ങളുടെ ബന്ധമായി തന്നെ കിടക്കും. അപ്പം അതുകൊണ്ട് ഒരു മീഡിയക്കാർ വിചാരിച്ചത് കൊണ്ട് ഇത് മാറും എന്നൊന്നും തോന്നുന്നില്ല. രേണുവിൻ്റെ അക്കൗണ്ടിൽ കൊളാബായി ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു പെർട്ടിക്കുലർ ലേഡി രേണുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. അല്ലല്ല ബാബുട്ട വിളിക്കുമ്പോ ഞാൻ പറയാം ബാബുക്കുട്ട പെണ്ണുങ്ങളെ വിളിക്കോടാ ചോദിക്കും. എന്നിട്ട് പറയാം എന്റെ ബാബുട്ട. പിന്നെ എന്റെ മൂത്ത മകൻ ഒരു സ്വന്തം അമ്മ പോലും നമ്മളോട് എല്ലാരോടും പറഞ്ഞിക്കണേ, ഒരു സ്വന്തം അമ്മ പോലും പ്രസവിച്ചാൽ പോലും മക്കളെ ഇങ്ങനെ നോക്കൂല. അത്രക്ക് രേണു എന്റെ മകനെ നോക്കിയിരുന്ന് അവൻ രണ്ടാമത്തെ മോനെക്കാളും മൂത്ത മോനെ സ്നേഹിച്ചിരുന്നു. പിന്നെ അവള് പറയും എനിക്ക് ആദ്യം കിട്ടിയ മകനല്ലേ എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ രേണു എന്റെ ഫോണിലാണ് വിളിക്കാറ്. അപ്പൊ എന്നോട് അറിയും ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ പുള്ളിക്കാരെ കുറച്ച് പിന്നോട്ടാണ്. സീതേച്ചി ഭക്ഷണം കഴിപ്പിക്കുമ്പോ നിങ്ങളെല്ലാം കഴിക്കുമ്പോ ഒന്ന് കഴിക്കും. ഞങ്ങളെ എപ്പോഴും അവനെ ശ്രദ്ധിക്കുമായിരുന്നു. എന്റെ നില വിട്ടിട്ട് അവനെ എന്ത് ചെയ്തോട്ടെ അവന്റെ നില വിട്ട് അവൻ കളിച്ചിട്ടില്ല. ഈ ഒരു സാധനത്തിൽ ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ലേഡി ഇവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. രേണു സുധിയും കൊല്ലം സുധിയും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. ഓക്കെ, രേണു സുധി കിച്ചുവിനെ ഭയങ്കര അടിപൊളിയായിട്ട് നോക്കിയുന്നുണ്ട്. ഓക്കെ, പിന്നെ രേണു സുധി ഇവനെ നന്നായിട്ട് കെയർ ചെയ്യായിരുന്നു. ആരെ? കൊല്ലം സുധീനെ. ഫുഡ് കാര്യങ്ങൾ. കൊല്ലം സുധിക്ക് രേണു സുധീനെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഇതിവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ആരും ഇതില്ല എന്ന് പറഞ്ഞിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുധിയുടെ ഭാര്യയായി ജീവിക്കുന്ന സമയം വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടിയിട്ടുള്ളൊരു ലേഡിയായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഇടയിൽ സ്നേഹം ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ ഇടയിൽ സ്നേഹം ഉണ്ടാവുമല്ലോ. അതിന് കുട്ടീനെ നോക്കിയിട്ടുണ്ടാവും, ഫുഡിൻ്റെ കാര്യം ടേക്കൻ, ഇതെല്ലാം പാർട്ടാണ്. ഇന്നും നമ്മൾ ഈ വീഡിയോ തുറന്നു വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പറയുന്നില്ല രേണുവിന് കൊല്ലം സുധീന് ഇഷ്ടമല്ലാന്നോ അല്ലെ കൊല്ലം സുധിക്ക് രേണുവിന് ഇഷ്ടമല്ലാന്നോ നമ്മൾ പറയുന്നില്ല. അവർ വിവാഹം കഴിച്ചവരാണ്. അവരുടെ ഇടയിൽ അന്നും ഇന്നും സ്നേഹം എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ പറയുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അതിന് ശേഷമുള്ള ഫേസിൽ രേണു സുധി സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്ന കുറേ നെഗറ്റീവ് കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നന്ദി കെട്ട പരിപാടിനെ കുറിച്ചിട്ടാണ്. അപ്പം അത്രയേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പല വ്യക്തികൾക്കും ചില ടോപ്പിക്കുകൾ കാണുമ്പം ഞാൻ ഏത് വീഡിയോ ജാസീൻ്റെ ഏതോ ഒരു വീഡിയോൻ്റെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നു. ഞാനതൊരു നോക്കി പോകുന്നില്ല, റാൻഡംലി കണ്ടൊരു കമൻറ്റാണ്. ആ കമൻറ്റിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ വീഡിയോ വേണ്ടവർ കണ്ടാൽ മതി അല്ലാത്തൊരു കാണണ്ട, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് വിലയില്ല, അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാണ്. ഈ റിയാക്ഷൻ വീഡിയോ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാ കോണ്ടന്റും ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോൾ ദിലീപിൻ്റെ ടോപ്പിക്ക് ഞാൻ ഇട്ട സമയത്താണ് എൻ്റെ ചാനൽ 50Kയിലോട്ട് എത്തിയത്. അപ്പോൾ അത്രയും ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നത് ദിലീപിൻ്റെ കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ രേണു സുധീൻ്റെ കോണ്ടന്റ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ചിലവർക്ക് രേണു സുധീൻ്റെ കോണ്ടന്റ് ഇഷ്ടമല്ല, ചിലവർക്ക് ദിലീപിൻ്റെ കോണ്ടന്റ് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കോണ്ടന്റ് ഉണ്ടാകുമ്പം ഇതെന്തിനാടി നീ ചെയ്യുന്നതെന്ന് നിർത്തിപ്പോകുമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. കാരണം ആ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേറെ ഉണ്ട്.
സോ അത്രയേ ഉള്ളൂ. ഇതൊരിക്കലും ഒരാൾക്കും എഗെയിൻസ്റ്റോ കാര്യങ്ങളോ ആയിട്ടല്ല. കാരണം ആരോ ഒരാൾ വെറുതെ എനിക്കൊരു നെഗറ്റീവിന് വേണ്ടി എഴുതിയിട്ടതായിരിക്കാം. ആൻഡ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് മറ്റൊരാളുടെ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യണ്ടേ എന്നുള്ളത്. ഞാനിവിടെ ഉദ്ദേശിച്ച സാധനം ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമ്മളിടുന്ന എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ കാണുക, ഇഷ്ടമില്ലാത്ത ടോപ്പിക്കുകൾ സ്കിപ്പ് അടിക്കുക. അത്രയേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആൻഡ് മേ ബി രേണുസുധീൻ്റെ ടോപ്പിക് കുറേ ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം വീണ്ടും എടുത്ത് സംസാരിക്കുന്ന ഈവൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ രേണുസുധീൻ്റെ കോണ്ടന്റ് ഡെയിലി ഇടുന്നുണ്ട്. അപ്പം അതുപോലെ എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയ കോണ്ടന്റ് മാത്രമായിട്ട് ഞാൻ ബാക്കി പല ആൾക്കാരുടെ വീഡിയോസ് കണ്ട സമയത്തും ആ വീഡിയോസിലൊക്കെ ഇനിയും കുറേ ക്ലിപ്സും ഓഡിയോസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. എനിക്ക് അതൊന്നും ചേർക്കാൻ ആഗ്രഹമില്ല. എനിക്ക് 3 പീസേ ഉള്ളൂ. കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ബുദ്ധിയും വിവരവും ബോധവും ഉണ്ട്. അതുകൊണ്ട് അവൻ നല്ലൊരു സ്റ്റാൻഡ് വീടുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. സോ ഫിറോസിനാണെങ്കിലും അല്ലെങ്കിൽ ബിഷപ്പിനാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ വീട് കൊടുത്തത് കിച്ചുവിൻ്റെയും ഋതപ്പിൻ്റെയും പേരിലാണ്. അതിൽ കിച്ചുവിനൊരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം. രണ്ടാമത്തത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് കിച്ചു ഒരിക്കലും ആ വീട്ടിൽ കംഫർട്ടബിൾ അല്ല. ആ വീട്ടിൽ കംഫർട്ടബിൾ ബാക്കിയുള്ള ആൾക്കാരാണ് എന്ന് കൺവേ ചെയ്യാൻ. മൂന്നാമത്തത് മീഡിയക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി ആരെങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങളുടെ ഇടയിൽ നല്ല ബോണ്ടിങ് ഉണ്ടെങ്കിൽ ആ ബോണ്ടിങ് ഓൾവേസ് വർക്കൗട്ട് ചെയ്യും. സോ അത്രയേ പറയാനുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.